ഹലോ കൂട്ടുകാരെ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉള്ളിത്തോരനാണ്. അതിന് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊളിച്ച് വൃത്തിയാക്കാം. ഉള്ളിയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കാം. ഉള്ളിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി പൊളിക്കുന്ന മാത്രമേ കുറച്ച് പാടുള്ളൂ, അല്ലാതെ അരിയുന്നതൊക്കെ പെട്ടെന്ന്. നമുക്കിനി ഇത് തോരൻ വെക്കാം. അതിനെ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുത്ത് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിയിൽ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി തോരൻ വെക്കുന്നതിന് എണ്ണ നല്ലതുപോലെ വേണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുകെല്ലാം പൊട്ടി. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഉപ്പ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിലിരുന്ന് ഉള്ളി നല്ലതുപോലെ വാടുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്കൊരു തേങ്ങ തിരിങ്ങിയെടുക്കാം. തേങ്ങ തിരുങ്ങാൻ നോക്കിയപ്പോൾ തേങ്ങയില്ല. പിന്നെ പോയി തേങ്ങ പൊതിച്ചെടുത്തുകൊണ്ട് വന്ന് അപ്പം ഇനി നമുക്ക് തിരുങ്ങാം. തിരുങ്ങുന്നതിന് ചിരവ എടുത്തു വെച്ചു. ഇനി ഒരു പാത്രം എടുത്തു വെച്ച് പണി തുടങ്ങാം. അങ്ങനെ തേങ്ങ തിരിങ്ങി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉള്ളി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വാടി ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ വാടട്ടെ. അപ്പം അരപ്പിനായിട്ട് തേങ്ങ 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം, 2 വെളുത്തുള്ളി. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കിയെടുക്കാം. അങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അങ്ങനെ നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടിക്കഴിഞ്ഞ് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇന്ന് നമ്മുടെ ഊണിൻ്റെ കൂടെ കഴിക്കാനുള്ള ഉള്ളിത്തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഒരു രസവും കൂടെ ഉണ്ടെങ്കിൽ ചോറൂണ് കുശാലാകും. ഒരു പ്രത്യേക ടേസ്റ്റായി ഉള്ളിത്തോരന്. ഇപ്പൊ ഇതൊന്നും മിക്ക വീടുകളിലും ചെയ്യത്തില്ല. കാരണം ഇത് പൊളിച്ചെടുക്കാനൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ആ ഉള്ളി പൊളിച്ചെടുക്കുന്നത്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പൊളിച്ചെടുത്ത് കിട്ടിക്കഴിഞ്ഞ് ഇവനെ തോരൻ വെച്ചാൽ ആ ബുദ്ധിമുട്ടൊക്കെ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കങ്ങ് മാറും. കൊള്ളാവല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നല്ലൊരു തോരനാണ് ഉള്ളിത്തോരൻ. ഞാൻ ഇച്ചിരി കളറിന് വേണ്ടിയാണ് മുളക് പൊടി ചേർത്തത്. ഇത് മുളക് പൊടി ഇടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, മഞ്ഞ കളറിൽ, സാധാ നമ്മുടെ തോരൻ പോലെ. എനിക്ക് ഇച്ചിരി കളർ വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്ത്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. ഞാൻ ഇതുവരെ നോക്കിയില്ല, ഞാൻ നോക്കട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഒരു ശകല ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുത്ത്. അപ്പം നല്ലപോലെ തീയൊന്ന് കൂട്ടി വെച്ച് ഒന്നുകൂടെ നല്ലതുപോലെ ഉപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളിത്തോരൻ റെഡിയായി കഴിഞ്ഞ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.